ഞായറാഴ്ച അല്ലേ, അങ്ങനെ എല്ലാരും കൂട്ടിട്ടൊന്ന് മധൂരിലേക്ക് പോകാന്ന് വിചാരിച്ചു. കാരണം ബ്രഹ്മോത്സവ മഹോത്സവം നടക്കുകയാണല്ലോ. അങ്ങനെ വിദ്യാനഗറിൽ എത്തിയപ്പോൾ തന്നെ അവിടുന്ന് ഡെക്കറേഷനും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ പരിപാടിയാണ്, ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്ന പരിപാടിയാണ്. ശേഷം ഒരു 3 കിലോമീറ്റർ പുറത്ത് വണ്ടിയും വെച്ചിട്ട് കണ്ണേം തുളച്ചിരുത്തിട്ട് ഞാൻ ഇറങ്ങി. അങ്ങോട്ട് പോകുന്ന വഴിയാണെങ്കിൽ നല്ല ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല ഉഷാറായിരുന്നു. ഭയങ്കര ആൾക്കാരായിരുന്നു പോകുന്ന സമയത്ത്. ഇത് ഞായറാഴ്ചയാണല്ലോ. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ ഭക്ഷണം ലക്ഷ്യമാക്കിയിട്ട് നീങ്ങി. കാരണം നമ്മൾ എത്തുമ്പോൾ തന്നെ ഏകദേശം 2-3 മണിയൊക്കെ ആയിരുന്നു. പിന്നീട് ഒരു പാലമൊക്കെ കടന്നിട്ടാണ് ഭക്ഷണശാലയിലേക്ക് പോകേണ്ടത്. അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ ഭക്ഷണശാല എത്താറായി. വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഭക്ഷണശാലയിൽ. കാരണം എന്ന് വെച്ചെങ്കിൽ വലിയ പന്തലായിരുന്നു. അങ്ങനെ ഒരു പ്ലേറ്റ് വാങ്ങിച്ചിട്ട് ഞാൻ ആദ്യം തന്നെ നമുക്ക് ചീറ എന്നുള്ള ഒരു സാധനം കിട്ടിയ. അതിനുശേഷം ഒരു അച്ചാറ്, വറവ്, പിന്നെ വേറൊരു കറി. അത് കഴിഞ്ഞ് നല്ലൊരു പച്ചരി ചോറും പിന്നെ സാമ്പാർ രസമൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു സദ്യയായിരുന്നു. അങ്ങനെ ഭക്ഷണം നന്നായിട്ട് കഴിച്ചു, വയറ് നിറച്ച് കഴിച്ചു. കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കണ്ണനാണെങ്കിൽ ഭക്ഷണമൊന്നും കഴിക്കാതെ അവിടെ ചേട്ടൻ്റെ മുകളൊക്കെ കയറിയിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. പന്തലിന്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, കാരണം വലിയ ഫാനൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പായസം വാങ്ങിച്ചു. പായസം എന്താണെന്നറിയില്ല, അരിയാണെന്ന് തോന്നുന്നു, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് നോക്കാൻ നല്ല ടേസ്റ്റ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ അമ്പലത്തിലേക്ക് ഒന്ന് ജസ്റ്റ് കയറാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ അങ്ങ് അകത്തേക്ക് കയറിയില്ല, നല്ല തിരക്കായിരുന്നു. അങ്ങനെ അമ്പലത്തിലേക്കൊന്ന് ചുറ്റിക്കറങ്ങി പിന്നീട് പുറത്തിറങ്ങി. അങ്ങനെ അടുത്ത ലക്ഷ്യം തന്തയാണ്. കാരണം എന്ന് വെച്ചാൽ അമ്പിയും കണ്ണനും ഇത് ലക്ഷ്യമായിട്ട് മാത്രമാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ അമ്പി ആദ്യം തന്നെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. അതൊന്നും ഒരാവശ്യമില്ലാത്ത സാധനം ആയതുകൊണ്ട് തന്നെ ഞാനത് വേണ്ടാന്ന് പറഞ്ഞു. കണ്ണനാണെങ്കിൽ അപ്പുറത്ത് ചന്തയിൽ പോയിട്ട് ഒരു വണ്ടിയൊക്കെ എടുത്ത് ഇതുപോലത്തെ ഒരു 3 ഐറ്റം ഇപ്പൊ തന്നെ വീട്ടിലിരിപ്പുണ്ട്. ഞാൻ അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവിടെ വെക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നീട് അവിടെ ഇരുന്ന് കരച്ചിലായി. അങ്ങനെ ഒരു ടിപ്പർ വാങ്ങിച്ചിട്ട് കൊടുത്തിട്ട് അവൻ ഒരു സൈഡിൽ നിർത്തി. എന്തൊക്കെയോ ആയിട്ട് നിറച്ച് ഇറക്കുന്നുണ്ടായിരുന്നു. ഇത് സ്ഥിരം പരിപാടിയാണ്, വീട്ടിലിരുന്നാൽ തന്നെ ഇതന്നെയാണ് പരിപാടി. ഇനി അവൻ അവിടുന്ന് പിടിച്ചിട്ട് കൊണ്ടുപോകാനാണ് പണി. കാരണം വെച്ചെങ്കിൽ ഇനി കൊണ്ടുപോയ കരച്ചിലോടെ കരച്ചിലായിരിക്കും. അവിടെ കളിക്കട്ടെ എന്ന് വിചാരിച്ച് കുറച്ചു നേരം നിന്നു. ഇനി ഇവിടെ ഒന്നും ശരിയാവില്ല എന്ന് കരുതിയിട്ട് പിന്നെ ഞാൻ നേരെ വണ്ടി വെച്ച പാർക്കിങ്ങിലേക്ക്, ഒരു വലിയ പാടത്താണ് നമ്മൾ വണ്ടി വെച്ചിട്ടുള്ളത്. അങ്ങനെ വണ്ടി ലക്ഷ്യമാക്കി നടന്നു. അങ്ങനെ എല്ലാരും കൂട്ടി നേരെ വീട്ടിലേക്ക് വിട്ടു. നല്ല രസമുണ്ടായിരുന്നു. കാരണം ഇനി ഒരു ദിവസം കൂടി പോകണം ഫാമിലിനെ കൂട്ടാതെ.